നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ചെമ്പഴന്തി, ശിവഗിരി, ചെങ്കൽ മഹാദേവ ക്ഷേത്രം കൂടാതെ ആഴിമല എന്നിവിടങ്ങളിലേക്ക് പോയ വീഡിയോ ആണിത്. ഈ തീർത്ഥാടന യാത്രയിൽ നമ്മൾ ആദ്യമായി പോകുന്നത് ചെമ്പഴന്തിയിലേക്കാണ്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിനാൽ പ്രസിദ്ധമായ ചെമ്പഴന്തി, വയൽവാരം വീടിനാൽ പ്രസിദ്ധമായ ചെമ്പഴന്തി, ശ്രീനാരായണ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന ചെമ്പഴന്തി. അതെ, 1856 ഓഗസ്റ്റ് 20 നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ചതയ നക്ഷത്രത്തിൽ വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു. കേരള നവോത്ഥാനത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ സന്യാസിയും തത്വചിന്തകനുമായിരുന്ന, കുട്ടിക്കാലത്ത് നാണു എന്ന് വിളിച്ചിരുന്ന നാണുവാശാൻ, എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ജനിച്ച ചെമ്പഴന്തി. ആ ചെമ്പഴന്തിയിലെ വിശേഷങ്ങളാണ് നാം കാണുന്നത്. നാം ഇപ്പോൾ കാണുന്ന ഈ ഭവനത്തിലാണ് ഗുരുദേവൻ ജനിച്ചത്. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ കൈവണ്ടിയിലിരിക്കുന്ന ഗുരുദേവൻ്റെ ഒരു രൂപം കാണാം. ഏകദേശം 300 വർഷത്തിലേറെ പഴക്കമുള്ള വീടാണിത്. ഓലമേഞ്ഞ ഈ വീട് ഇന്നും ഒരു നിധി പോലെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഇവിടം ശിവഗിരി തീർത്ഥാടനം പോലുള്ള സന്ദർശനങ്ങളിലൂടെ ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രമായും ഇന്നും നിലകൊള്ളുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം ഗുരുദേവൻ പ്രചരിപ്പിച്ചതും ഇവിടെ നിന്നു തന്നെയാണ്. ഇനി നമുക്ക് ശിവഗിരിയിലേക്ക് പോവാം. വർക്കല നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. വളരെയേറെ ശാന്തമായ അന്തരീക്ഷമാണിവിടെ. 1912 ഇവിടെ ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠ നടത്തിയത്. ആ ശാരദാ മഠമാണ് നാം ഇപ്പോൾ കാണുന്നത്. സന്യാസ ആശ്രമം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് എത്തുന്നവർക്കായി ഗുരുദേവൻ ഒരു പ്രത്യേക രീതിയിലുള്ള വ്രതാനുഷ്ഠാനവും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ശ്രീബുദ്ധന്റെ പഞ്ചധർമ്മങ്ങളായ ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നിവ ആചരിച്ച് 10 ദിവസത്തെ വ്രതത്തോടു കൂടി വേണം ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് എത്തുവാൻ എന്നാണ് ഗുരുദേവൻ നിർദ്ദേശിച്ചത്. കൂടാതെ ശിവഗിരി തീർത്ഥാടനത്തിന് എത്തുന്നവർക്കായി ഗുരുദേവൻ നിർദ്ദേശിച്ചത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. (1933) ജനുവരി 1 ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത്. അന്ന് ആകെ 5 പേരാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. 1928 സെപ്റ്റംബർ 20 കന്നി 5 ശിവഗിരിയിൽ വെച്ചാണ് ഗുരുദേവൻ സമാധിയായത്. നാം ഇപ്പോൾ കാണുന്ന ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ഡിസംബർ അവസാനത്തോടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ശിവഗിരി തീർത്ഥാടനത്തിനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു.
അടുത്തതായി നമ്മൾ പോകുന്നത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമെന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. അടി ഉയരത്തിലുള്ള ഈ ശിവലിംഗത്തിനോട് ചേർന്ന് 80 അടി ഉയരത്തിൽ മറ്റൊരു നിർമ്മിതിയുമുണ്ട്. ഇതിനകത്തും നിരവധി ദേവതാ പ്രതിഷ്ഠകളും ഏറ്റവും മുകളിലായി ഇരു നിർമ്മിതികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ 64 അടി നീളമുള്ള ഒരു വിഗ്രഹവുമുണ്ട്. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠയും ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണറും 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ നിർമ്മിതികളൊക്കെ 2011 2021 ഇടയിൽ പണികഴിപ്പിക്കപ്പെട്ടവയാണ്. ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടി കടൽ തീരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. 58 അടി അതായത് 18 മീറ്റർ ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ഒരു ശില്പമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത്. വിശ്വാസികളായ എല്ലാവർക്കും ഈ ഗംഗാധരേശ്വര ശില്പം വന്ന് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമല്ലെങ്കിലും നമ്മൾ ഒരു കൊച്ചു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്. പാർവതി ദേവിയുടെ നട തുറക്കുന്ന ഈ 12 ദിവസങ്ങളിൽ
ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ദേവിയുടെയും ദേവന്റെയും ദർശന പുണ്യത്തിനായി അത്രയധികം ആളുകൾ ഇവിടേക്ക് ആ ദിവസങ്ങളിൽ വന്നു പോകുന്നു. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.